നമസ്തേ. പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൂട്ടത്തോടെ പട്ടിണിക്കിടുക, അവരുടെ കരച്ചിൽ കേൾക്കുന്നിടത്തേക്ക് ബോംബ് വർഷിക്കുക, ഇതിനേക്കാൾ വലിയൊരു ക്രൂരത ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുണ്ടാകുമോ? ആധുനികരെന്ന് അഭിമാനിക്കുന്ന മനുഷ്യ ശതകോടികൾ വാഴുന്ന ഈ ഭൂമിയിൽ ഏത് അപരിഷ്കൃത കാലത്തെയും വെല്ലുന്ന പൈശാചികത ഇടതടവില്ലാതെ തുടരുന്നുണ്ട്. ഞങ്ങളെ എന്തിനു കൊന്നു എന്ന ചോദ്യത്തിന് ഇസ്രയേലിന്റെ കൊടും ക്രൂരതയിൽ ഗാസയിൽ മരിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനോടും ഈ ലോകം ഉത്തരം പറയേണ്ടതുണ്ട്. പരിഷ്കൃതമായി ചിന്തിക്കുന്ന ഒരു നവലോകത്തിന് ഒരു യുദ്ധത്തെയും ന്യായീകരിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ ഡോക്ടർ സി രാവുണ്ണിമാഷിന്റെ നേതൃത്വത്തിൽ കാവ്യശിഖ നടത്തുന്ന ഈ സമാധാന ജ്വാലയുടെ സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ തന്നെ സഹയാത്രികയായ ശ്രീമതി ഗംഗാശ്യമാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ സമാധാന ജ്വാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ രാജൻ തലോറാണ്. സാഹിത്യകാരനും കലാകാരനും റിട്ടയർഡ് അധ്യാപകനുമായ അദ്ദേഹത്തെ ഏറെ സ്നേഹാദരങ്ങളോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതി വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. അതുപോലെ തന്നെ യാത്ര എന്ന സാംസ്കാരിക സംഘടനയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ നന്ദി പറയുന്നത് കാവ്യശിഖയുടെ സഹയാത്രികയായ പ്രിയപ്പെട്ട സിന്ധു ആർ ആണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. കാവ്യശിഖയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ദീപാരാജ്, ഉദ്ഘാടനം നിർവഹിക്കുന്ന റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും മലയാളം അധ്യാപകനുമായ ശ്രീ രാജൻ തലോർ. അദ്ദേഹം അധ്യാപകൻ മാത്രമല്ല, കലാകാരനും സാഹിത്യ പ്രവർത്തകനും, അതോടൊപ്പം സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ വൈസ് പ്രസിഡന്റും യാത്ര എന്ന സാംസ്കാരിക സംഘടനയുടെ കൺവീനർ കൂടിയാണ്. അതോടൊപ്പം നമുക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീമതി സിന്ധു ആർ. ഏവർക്കും എൻ്റെ നമസ്കാരം. യുദ്ധമെന്നത് ഒരു ചോദ്യത്തിനുമുള്ള ഉത്തരമല്ല. ശാശ്വതമായ പരിഹാരമോ സമാധാനമോ യുദ്ധം നൽകുന്നുമില്ല. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മാത്രമാണ് അതെപ്പോഴും സമ്മാനിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനോ നീതിക്കോ സുരക്ഷിതത്തിനോ വേണ്ടിയോ അല്ല, മറിച്ച് കീഴടക്കി അവരുടെ ഉദ്ദേശ്യങ്ങൾ അടിച്ചേൽപ്പിച്ച് അവകാശങ്ങൾ പിടിച്ചെടുത്ത് അധികാരം സ്ഥാപിച്ചെടുക്കുക എന്നതിനു വേണ്ടി മാത്രമാണ് എല്ലാ യുദ്ധങ്ങളും നടന്നിട്ടുള്ളത്. നിഷ്കളങ്ക ബാല്യങ്ങളെ തകർക്കുന്ന, അനാഥ ബാല്യങ്ങൾക്ക് ജന്മം നൽകുന്ന, കണ്ണീരുണങ്ങാത്ത മുഖങ്ങളെ ബാക്കിയാക്കുന്ന യുദ്ധങ്ങളെ എതിർക്കേണ്ടതും ഇല്ലായ്മ ചെയ്യേണ്ടതുമാണ്. വാക്കുകളാലും തൂലികയാലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ കാവ്യശിഖ, രാവുണ്ണിമാഷിൻ്റെ നേതൃത്വത്തിൽ കാവ്യശിഖയും പ്രവർത്തകരും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ചോര കൊണ്ടല്ല, സഹവർത്തിത്വവും മാനുഷികതയും മനുഷ്യത്വവും കൊണ്ടാവണം പുതിയ ലോകത്തിൻ്റെ നിർമ്മിതി. പക്ഷം ചേരലിനപ്പുറത്ത് ശാന്തിയിലേക്കുള്ള വാതിലുകൾ ഹൃദയപൂർവ്വം തുറക്കുവാൻ നമ്മളിലൂടെ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി ശ്രീ രാജൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. ഹായ്. കുന്തം കൊണ്ട് കുത്തിയാലും ശൂലം കൊണ്ട് കുത്തിയാലും വടിവാൾ വീശിയാലും ബോംബെറിഞ്ഞാലും കുരിശുകൊണ്ട് കുത്തിയാലും എല്ലാം ഒഴുകുന്ന രക്തം ഒന്നാണ്. അത് മാനവ രക്തമാണ്, ചുവപ്പാണ്.
മഹത്തായ ഈ ഒരു കവിവചനം ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. ലോകം മുഴുവൻ വീണ്ടും ഒരു യുദ്ധഭീതിയിലാണ്. 2 ലോകമഹായുദ്ധം കൊണ്ട് യുദ്ധം അവസാനിക്കും എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. പിന്നീട് എത്രയോ യുദ്ധങ്ങൾ, വിയറ്റ്നാം യുദ്ധങ്ങൾ, കൊറിയൻ യുദ്ധങ്ങൾ, ഇന്തോ പാക് യുദ്ധങ്ങൾ, ഇന്തോ ചൈന യുദ്ധങ്ങൾ, ഗൾഫ് യുദ്ധങ്ങൾ, ഇപ്പോഴിതാ ഉക്രൈൻ, സഹോദര രാജ്യങ്ങളാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം, ഗാസയിലെ പ്രശ്നം, ഗാസയിലെ ഇസ്രായേലും തമ്മിലുള്ള കലാപം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം. ഇങ്ങനെ യുദ്ധഭീതി ഒഴിഞ്ഞ അവസ്ഥയില്ല. സ്വസ്ഥമായ ജീവിതത്തിന് ഭംഗം വരുന്നൊരവസ്ഥയാണ് ഇന്നുള്ളത്. ഒരു രാജ്യം ജനങ്ങൾക്ക് ക്ഷേമം പ്രദാനം ചെയ്യുമ്പോഴാണ് ആ രാജ്യത്തെ രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന്, ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതത്തിന്, ക്ഷേമ ജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണ് ലോകം മുഴുവൻ ഇന്ന്. ഇതിനെതിരെ സ്കൂൾ കുഞ്ഞുങ്ങളെ കൊണ്ട് തെരുവിലെ യുദ്ധവിരുദ്ധ മുദ്രാവാക്യം പിടിപ്പിച്ചത് കൊണ്ടോ കൂട്ടയോട്ടം നടത്തിച്ചത് കൊണ്ടൊക്കെ ഒരു കാര്യമില്ല. ഹിറ്റ്ലറും മുസോളിനിയും ട്രംപും ഒക്കെ നമ്മുടെ സ്കൂളിലൊന്നും അല്ല ഉള്ളു. അവർക്ക് ഇന്നും കുഞ്ഞുങ്ങളോട് ഇന്തോ പാക് യുദ്ധത്തെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് പോലെ കാണുന്ന ആൾക്കാർ കൂടി വരിക. ഈയിടെ നടന്ന അതിർത്തി പ്രശ്നങ്ങളിലൊക്കെ തന്നെ കാച്ചി അങ്ങട് വെടിപൊട്ടിക്ക് എന്ന് പറയുന്ന ഒരുപാട് പേരെ എന്ന് പറഞ്ഞ യുദ്ധത്തിന്റെ ഒരു ദുരന്തവും അറിയാതെ, എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ടുണ്ടായ ആരും ജയിക്കുന്നില്ല എന്ന് വാദിച്ച മഹാകവിയുടെ ഇതിഹാസകരുടെ രാജ്യമാണ് ഭാരതം. മഹാഭാരതം എന്താണ് ലോകത്തോട് പറയുന്ന സന്ദേശം? യുദ്ധം കൊണ്ട് ആരും ജയിക്കില്ല എന്നാണ്, ആരും ഒന്നും നേടില്ല എന്നാണ്. അതുകൊണ്ട് വ്യാസൻ എന്ന ഋഷി കവി 2 കൈയും ഉയർത്തിപ്പിടിച്ചു പറയുകയാണ്, അരുതേ ശാന്തി ശാന്തി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് എങ്ങനെ തലമുറയ്ക്ക് യുദ്ധത്തിന് വേണ്ടി വാദിക്കാൻ പറ്റും? ലോകത്ത് സമാധാനം പുലരാനായി ഈ കാവ്യശിഖ എന്ന ഈ ഒരു കൂട്ടായ്മ, ഇങ്ങനെ ഒരു സമാധാനത്തിന്റെ ജ്വാല, ഈ ഒരു യുദ്ധത്തിന് എതിരായിട്ടുള്ള ആ ഒരു ജ്വാല, ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചതിൽ വളരെ ഉചിതമാണ്, പ്രസക്തമാണ്. അത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയ അവസരത്തെ ഞാൻ വലിയ ഒരു ബഹുമതിയായി കാണുന്നു. അത് എല്ലാം ഓർത്തുകൊണ്ട് ഈ മഹത്തായ ഈ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ, ഈ ഒരു സമാധാനത്തിന്റെ ജ്വാല ലോകം ഉയരട്ടെ. ഈ വെള്ളരിപ്രാവുകളിൽ കളങ്കിതമായത്, അവന്റെ വെണ്മയെ കളങ്കിതമായത്, ആ കളങ്കമെല്ലാം മാറട്ടെ. സുരഭില സുന്ദരമായ ഒരു ലോകം നമുക്ക് പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ ജീവിതം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഇന്നത്തെ സമാധാന ജ്വാലയ്ക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച രാജൻ തലോ സാറിന് കാവ്യശിഖയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ സമാധാന ജ്വാല അധ്യക്ഷത പദം അലങ്കരിച്ച ഗംഗാശ്യാമിനും സ്വാഗത പ്രഭാഷണം നടത്തിയ ദീപാരാജനും കാവ്യശിഖയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. കാവ്യശിഖയ്ക്ക് അകത്തും പുറത്തും നിന്ന് സമാധാന ജ്വാലയ്ക്ക്
കൈകോർത്ത സമാധാനജാല എന്ന ഈ ക്യാമ്പിന് കൈകോർത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ